ലോകം തന്നെ കൈകോർക്കുകയാണ് വയനാടിനായി. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ തങ്ങളുടെ സമ്പാദ്യം വയനാടിനെ തുന്നിച്ചേർക്കാനായി സമ്മാനിക്കുകയാണ്. 2 ഗ്രാമിന്റെ പൊന്നു വരെ വിറ്റ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നവരുണ്ട്. സ്കൂൾ കുട്ടികളും ഉദാരമായി സംഭാവന നൽകുന്നുണ്ട്. കാലങ്ങളായി സൈക്കിളും കളിപ്പാട്ടവും ഒക്കെ വാങ്ങാനായി ഉറുമ്പ് സ്വരുക്കൂട്ടും പോലെ കരുതി വെച്ചതെല്ലാം സന്മനസ്സോടെ സംഭാവന ചെയ്യുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് പിഞ്ചു ബാല്യം പക്വതയിലേക്ക് എത്തിയ മനോഹരമായ സംഭവം പങ്കുവെക്കുകയാണ് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ. 5ാം ക്ലാസ്സുകാരി ശ്രേയ ശ്രീരാജ്, LKG വിദ്യാർത്ഥിനി അനയ അജിത്തും നമുക്ക് മാതൃകയാകുന്നുവെന്ന് കളക്ടർ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. അനയ കുടുക്ക പൊട്ടിച്ച തുകയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ശ്രേയ 2 ഗ്രാം വരുന്ന സ്വർണ്ണക്കമ്മൽ വിറ്റുകിട്ടിയ 12,000 രൂപയാണ് സംഭാവന നൽകിയത്. സ്നേഹത്തിന്റെയും മാനവികതയുടെയും മാതൃകകളാകുകയാണ് കുരുന്നുകൾ. താഴ്ന്നു പോയവരെ കൈപിടിച്ചുയർത്തുന്ന കാഴ്ചകളാണ് എങ്ങുമെങ്ങും. തോരാതെ പെയ്യുന്ന മഴ പോലെ വയനാട്ടിലേക്ക് സഹായഹസ്തങ്ങൾ നീളുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇരുവർക്കുമൊപ്പമുള്ള ചിത്രവും കളക്ടർ കുറിപ്പിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. ഈ നാട് വീണ്ടും വീണ്ടും എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. 3 ദിവസമായി നമ്മുടെ നാട് കരളലിയിപ്പിക്കുന്ന ദൃശ്യങ്ങൾക്ക് സാക്ഷിയായിരിക്കുകയാണ്. ആർത്ത് കരയാൻ പോലും കഴിയാതെ മരവിച്ചിരിക്കുന്ന മനുഷ്യ ജീവിതങ്ങളെ നമുക്ക് കാണാൻ കഴിഞ്ഞു. തൻ്റെ പ്രിയപ്പെട്ടവരെ വേദനയോടെയും ഭീതിയോടെയും കാത്തിരിക്കേണ്ട അവസ്ഥ. ഇത്തരം സാഹചര്യങ്ങളിൽ പകച്ചു നിന്നല്ല നമ്മുടെ നാടിന്റെ ചരിത്രം. താഴ്ന്നു പോയവരെ കൈപിടിച്ചുയർത്തുന്ന കാഴ്ചകളാണ് നാം കണ്ടത്. വയനാടിന്റെ നൊമ്പരത്തെ ഓരോ മലയാളിയും തൻ്റെ നൊമ്പരമായി കാണുന്നു. തോരാതെ പെയ്യുന്ന മഴ പോലെ വയനാട്ടിലേക്ക് സഹായഹസ്തങ്ങൾ നീളുന്നു. നമ്മുടെ ജില്ലയിലെ കുരുന്നുകളും ഈ പോരാട്ടത്തിന്റെ കണ്ണികകളാണ്. 5ാം ക്ലാസ്സുകാരി ശ്രേയ ശ്രീരാജ്, LKG വിദ്യാർത്ഥിനി അനയ അജിത്തും നമുക്ക് മാതൃകയാകുന്നു. വയനാട്ടിൽ കരഞ്ഞവരുടെ കണ്ണീർ സ്വന്തം കണ്ണീരായി കാണാൻ നമ്മുടെ കുരുന്നുകൾക്ക് കഴിഞ്ഞു. പുന്നക്കാട് മലപ്പുഴശ്ശേരി സ്വദേശികളായ അജിത് കുമാർ, ഗ്രീഷ്മ ദമ്പതികളുടെ മകളായ അനയ അജിത് തന്റെ കുടുക്ക പൊട്ടിച്ച പൈസ ദുരിതാശ്വാസത്തിലേക്ക് നൽകിയ തുകയും വയനാട്ടിലെ തന്റെ സഹജീവിയുടെ കണ്ണീരൊപ്പം നൽകിയ പാവയും മനുഷ്യത്വത്തിന്റെ പുതുനാമ്പുകൾ നമ്മിൽ വിടർത്തുന്നു. അതുപോലെ തന്നെ മരണപ്പെട്ട മുൻ സൈനികന്റെ മകളായ പത്തനംതിട്ട വലഞ്ചുടി സ്വദേശിനിയായ ശ്രേയ ശ്രീരാജ് തൻ്റെ 2 ഗ്രാം വരുന്ന സ്വർണ്ണക്കമ്മൽ വിറ്റുകിട്ടിയ 12,000 രൂപ സംഭാവനയായി നൽകിയപ്പോൾ പിഞ്ചു ബാല്യം പക്വതയിലേക്ക് എത്തിയ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. പത്തനംതിട്ട അമൃത വിദ്യാലയത്തിലെ ശ്രേയയും കോഴഞ്ചേരി മുളമൂട്ടിൽ സെൻട്രൽ സ്കൂളിലെ അനഘയും നമ്മുടെ മുന്നിൽ വലിയ മാതൃകകൾ ആവുകയാണ്. സ്നേഹത്തിന്റെയും മാനവികതയുടെയും മനോഹര മാതൃകകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.